ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായി എമ്പുരാൻ ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ നോർത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ ബാഹുബലി, KGF, പുഷ്പ പോലുള്ള ചിത്രങ്ങളുടെ വിതരണാവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഫിലിംസ് ആണ് എമ്പുരാൻ ചിത്രത്തിന്റെ നോർത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള കാര്യം ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ആന്ധ്ര, തെലങ്കാന പ്രദേശങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ ഇപ്പോൾ SV റിലീസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ലൂസിഫർ ചിത്രം റിലീസായി ഈ വരുന്ന മാർച്ച് 20-ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ട്രെയിലറും ഇന്നലെ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി റിലീസിന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ഒരു ജാതി ഒരു ജാതകം എന്ന ചിത്രം. ചിത്രത്തിന് തിയേറ്ററിൽ വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ല. എന്നാലും ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഉടനെ തന്നെ മനോരമ മാക്സ് വഴി നടക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേടിയിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു ബ്രഹ്മയുഗം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള രാഹുൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് പ്രണവ് മോഹൻലാലിനെ വെച്ചൊരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതും ഒരു ഹൊറർ മിസ്റ്ററി ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഏപ്രിൽ 2-ന് തുടങ്ങുമെന്ന് ഒഫീഷ്യലി ഈ ഒരു ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട്. വടകരയിൽ വെച്ചാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മയുഗം ചിത്രത്തിന്റെ അതേ ടീം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും ഒന്നിക്കുന്നത്. ബ്രഹ്മയുഗം ചിത്രം ഈ വരുന്ന മാർച്ച് 30-ന് വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഏഷ്യാനെറ്റ് വരെ നടത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൽമാൻ ഖാൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സിക്കന്ദർ എന്ന ചിത്രം. കത്തി, തുപ്പാക്കി പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള AR മുരുകദോസ് ആണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ചിത്രം വരുന്ന ഈദിന് തിയേറ്ററിലേക്ക് റിലീസിലെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഋതിക് റോഷനും ജൂനിയറിന്റെ ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ വരുന്ന ഓഗസ്റ്റ് 14-ന് ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. നെസ്ലിൻ നായകനെ ഇനിയും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം. തല്ലുമാല ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ഖാലിദ് റഹ്മാനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഏകദേശം 8 പാട്ടുകളോളം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് സിംഗിൾ ഇന്നാണ് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം റിലീസിന് എത്തിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസമാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇപ്പോഴും അത്യാവശ്യം നല്ലൊരു ഹൈപ്പൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സത്യൻ അന്തിക്കാടും ലാലേട്ടൻ കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂളുള്ള ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിയാൻ വിക്രം നായകനെ തമിഴിൽ നിന്ന് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വീര ധീര സൂര എന്ന ചിത്രം. മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 20-ന് പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഗെയിം ത്രില്ലർ ചിത്രമാണ് ബസൂങ്ക എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഈ വരുന്ന മാർച്ച് 27-ന് തിയേറ്ററിൽ കൂടെ നടത്തുമെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയം നേടിക്കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എന്ന് വരുമെന്ന്. അതിനെപ്പറ്റിയുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അല്ലു അർജുൻ ഏറ്റവും പുതിയതായി അഭിനയിക്കാൻ പോകുന്നത് ആലിയോടൊപ്പം ഒരു ചിത്രത്തിലാണ്. അതിനുശേഷം വൈകുണ്ഠപുരം എന്ന ചിത്ര സംവിധായകനോടൊപ്പം ഒരു ചിത്രം ചെയ്യും. അങ്ങനെ 2028-ലൊക്കെ ആയിട്ടായിരിക്കും പുഷ്പ 3-യുടെ റിലീസ് എന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ അല്ലു അർജുൻ ആട്ലി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.